back to our e-learning classes. Well, lockdown period has been very difficult to all of us, but we shall overcome this pandemic. Don't give up. Stay safe at your home. Today we are going to learn a poem, Lines Written in Early Spring by William Wordsworth. ഇന്ന് നമ്മൾ ഒരു പോയമാണ് പഠിക്കുന്നത്. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്, വസന്തകാലത്തിൽ എഴുതപ്പെട്ട ഒരു കവിത. വില്യം വേർഡ്സ്വർത്ത് എഴുതിയ ഒരു കവിതയാണ്. വില്യം വേർഡ്സ്വർത്തിന് അറിയപ്പെടുന്നത് ദ പോയറ്റ് ഓഫ് നേച്ചർ എന്നാണ്, പ്രകൃതിയുടെ കവി എന്നാണ് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. ആദ്യമായിട്ട് നമുക്ക് പോയം മൊത്തം സ്റ്റാൻസിൽ നിന്ന് നോക്കാം. I heard 1,000 blended notes while in a grove I sat reclined in that sweet mood when pleasant thoughts bring sad thoughts to the mind. To her fair works did nature link the human soul that through me ran, and much it grieved my heart to think what man has made of man. Through primrose tufts in that green bower the periwinkle trailed its wreath, and 'tis my faith that every flower enjoys the air it breathes. The birds around me hopped and played, their thoughts I cannot measure, but the least motion which they made, it seemed a thrill of pleasure. The budding twigs spread out their fan to catch the breezy air, and I must think, do all I can, that there was a pleasure there. If this belief from heaven be sent, if such be nature's holy plan, have I not reason to lament what man has made of man? So, ഇനി നമുക്ക് ഓരോ സ്റ്റാൻസ് ആയിട്ട് നോക്കാം. I heard 1,000 blended notes while in a grove I sat reclined. സോ അദ്ദേഹം ആയിരക്കണക്കിന് ഇടകലർന്ന ശബ്ദങ്ങൾ കേൾക്കുകയാണ്. പക്ഷികളുടെയും മൃഗങ്ങളുടെയും അതേപോലെ തന്നെ മരങ്ങളുടെ കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, അങ്ങനെ പലതരത്തിലുള്ള ആയിരക്കണക്കിന് ശബ്ദങ്ങൾ അദ്ദേഹം കേൾക്കുകയാണ്. എവിടെ ഇരിക്കുമ്പോഴാണ്? വൈൽ ഇൻ എ ഗ്രോവ്, ഒരു വനത്തിൽ, മരങ്ങളൊക്കെ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്തെയാണ് ഗ്രോവ് എന്നറിയപ്പെടുന്നത്. ഐ സൈറ്റ് റിക്ലൈൻഡ്. റിക്ലൈൻ മീൻസ് കംഫർട്ടബിൾ പൊസിഷൻ, ഒരു വളരെയധികം അനുയോജ്യമായ ഒരു അവസ്ഥയിൽ അദ്ദേഹം ഇരിക്കുകയാണ്. സൈറ്റ് മീൻസ് ഒരു ഓൾഡ് ഇംഗ്ലീഷാണ്, അതായത് സാറ്റ് എന്നാണ് അതിൻ്റെ ഇപ്പോഴത്തെ മോഡേൺ ഇംഗ്ലീഷിൽ സാറ്റ്, ഓൾഡ് ഇംഗ്ലീഷാണ് സൈറ്റ് എന്നുള്ളത്. സോ അദ്ദേഹം വളരെ ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ ഒരു വനത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ വനത്തിൽ അദ്ദേഹം എന്താണ്, ആയിരക്കണക്കിന് ഇടകലർന്ന പക്ഷികളുടെയും മൃഗങ്ങളുടെയും മരത്തിൻ്റെയും ഒക്കെ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് അദ്ദേഹം എന്താണ്, ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ് വെൻ പ്ലസന്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ്. സോ ആ ഒരു സ്വീറ്റ് മൂഡിൽ, ആ ഒരു മധുരമായ സമയത്ത് അദ്ദേഹം ചിലവഴിക്കുന്ന സമയത്താണ് ഒരുപാട് നല്ല ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അതുപോലെ തന്നെ എന്താണ്, ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ്, കുറേ അധികം വിഷമിപ്പിക്കുന്ന ചിന്തകളും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് ഉണ്ടായത്. സോ അടുത്ത സ്റ്റാൻസിലേക്ക് പോകുന്നു. To her fair works did nature link the human soul that through me ran. അല്ലേ, പ്രകൃതി മനുഷ്യനുമായിട്ട് നിർമ്മിച്ചു വച്ചിരിക്കുന്ന ഒരു ലിങ്ക്, ഒരു ബന്ധമുണ്ട് അല്ലേ. ആ ഒരു ബന്ധം എന്ന് പറയുന്നത്, ആ ഒരു എന്താണ്, ഒരു സോൾ, അത് എൻ്റെ ആത്മാവിലൂടെയും കടന്നു പോകുന്നു. അപ്പോൾ പ്രകൃതി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സോൾ, അതിൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവിനെയും തൊട്ടുണർത്തി പോകുന്നു. അപ്പം അതും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു റിലേഷനാണ് കാണിക്കുന്നത് അവിടെ. ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ് മൈ ഹാർട്ട് ടു തിങ്ക്. പക്ഷേ എൻ്റെ മനസ്സിനെ, എൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ച ഒരു കാര്യം എന്തെന്നാൽ, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, മനുഷ്യൻ എന്താണ് മനുഷ്യനോട് ചെയ്യുന്നതെന്ന് ആലോചിച്ച് മാത്രമാണ് എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വിഷമം. പ്രകൃതിയും മനുഷ്യൻ്റെ ആത്മാവും തമ്മിലുള്ള ആ ഒരു നല്ലൊരു ബന്ധമുണ്ട്. അതെന്താണ്, തീർച്ചയായിട്ടും അതൊരു സന്തോഷത്തിൻ്റെ സമയമാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം ആലോചിച്ച് വിഷമിക്കുന്നു, എന്തെന്നാൽ
മനുഷ്യൻ എന്താണ് മനുഷ്യനോട് പരസ്പരം ചെയ്യുന്നത് എന്നോർത്ത് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വിഷമിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻസയിലേക്ക് പോകുന്നു. ത്രൂ പ്രിംറോസ് tufts in the green bower, the periwinkle trailed its wreaths. അല്ലേ? സോ പ്രിംറോസ് എന്ന് പറഞ്ഞാൽ ഒരു ചെടിയാണ്, മഞ്ഞ നിറത്തിലുള്ള ഒരു ചെടിയാണ്. സോ അതിൻ്റെ ടഫ്റ്റ് മീൻസ് ക്ലസ്റ്റർ എന്നുള്ള അർത്ഥമാണ് ഇതളുകൾ. സോ പ്രിംറോസ് ചെടിയുടെ ഇതളുകൾ ഇൻ ദ ഗ്രീൻ ബൗവർ മീൻസ് ഒരു വള്ളിക്കുടിലാണ് അല്ലേ? അപ്പോൾ ഒരു വള്ളിക്കുടിലിൽ എന്തൊക്കെ തീർക്കുന്ന പ്രിംറോസ് ചെടിയുടെ ഇതളുകളും ദ പെരിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റീത്സ് അല്ലേ? പെരിവിങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ വയലറ്റ് നിറത്തിലുള്ള ഒരു ചെടിയാണ്. ആ ചെടിയും പ്രിംറോസ് ചെടിയും പെരിവിങ്കിൾ ചെടിയും എന്താണ്, ഒരു ഗ്രീൻ ബൗവർ തീർക്കുകയാണ്, ഒരു വള്ളിക്കുടിലിൽ വളർന്നു നിൽക്കുകയാണ്, വളരെ മനോഹരമായിട്ട് വളർന്നു നിൽക്കുകയാണ്. And 'tis my faith that every flower enjoys the air it breathes. അല്ലേ? അപ്പോൾ എൻ്റെ വിശ്വാസം എന്താണ്? എൻ്റെ വിശ്വാസം എന്തെന്നാൽ ഓരോ ചെടികളും ഓരോ പൂക്കളും അത് ശ്വസിക്കുന്ന വായു പോലും ആസ്വദിച്ചു കൊണ്ടാണ് ശ്വസിക്കുന്നത്. അപ്പോൾ പ്രകൃതിയിൽ വളരെയധികം കംഫർട്ടബിളാണ് അദ്ദേഹം. മാത്രമല്ല ഈ ചെടികളും പൂക്കളും എല്ലാം വളരെയധികം കംഫർട്ടബിളായിട്ട് തന്നെയാണ് പ്രകൃതിയോടൊപ്പം വളരുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ഒരു വിഷമം എന്തെന്നാൽ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, മനുഷ്യൻ എന്താണ് മനുഷ്യനോട് ചെയ്യുന്നത് എന്നുള്ള ഒരു വിഷമം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടാക്കുന്നത്. സോ നെക്സ്റ്റ് സ്റ്റാൻസയിലേക്ക് നമ്മൾ പോകുന്നു. The birds around me hopped and played their thoughts I cannot measure. അല്ലേ? എനിക്ക് ചുറ്റുമുള്ള പക്ഷികൾ അതെന്താണ്, ഹോപ്ഡ് തുള്ളിച്ചാടുകയാണ്, കളിക്കുകയാണ്. their thoughts I cannot measure. അവയുടെ ചിന്ത എനിക്ക് അളക്കാൻ സാധിക്കുന്നില്ല. പക്ഷികൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം സന്തോഷമുണ്ട് എന്നുള്ള കാര്യമൊന്നും എനിക്ക് അളക്കാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാലും ബട്ട് ദ ലീസ്റ്റ് മോഷൻ വിച്ച് ദേ മെയ്ഡ്, പക്ഷേ അവരുണ്ടാക്കുന്ന ഓരോ ചെറിയ ചലനങ്ങളും അതിലൂടെ ഇറ്റ് സീംഡ് എ ത്രിൽ ഓഫ് പ്ലഷർ, അവിടെ ഒരു സന്തോഷം തന്നെ ഉണ്ടാക്കുന്നു എന്ന കാര്യം എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ അപ്പോൾ അദ്ദേഹത്തിന് ചുറ്റുമുള്ള പക്ഷികൾ പോലും എന്താണ്, സന്തോഷിക്കുകയാണ് അല്ലേ? സോ അത്രത്തോളം ഒരു കംഫർട്ടബിളാണ് നേച്ചറിനോട്, വളരെയധികം എന്താണ്, സോൾമേറ്റ് ആയിട്ട് തന്നെയാണ് ഓരോ പക്ഷികളും മൃഗങ്ങളും ചെടികളും എല്ലാം ജീവിച്ചു പോകുന്നത്. സോ ഇതെല്ലാം കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെയധികം ഹാപ്പിനെസ് ഉണ്ടാക്കുന്നു. ആൻഡ് നെക്സ്റ്റ് സ്റ്റാൻസയിലേക്ക് നമ്മൾ പോകുന്നു. ദ ബഡിംഗ് ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ ടു ക്യാച്ച് ദ ബ്രീസി എയർ അല്ലേ? അതായത് തളിരിട്ട് വരുന്ന ഇലകൾ, ചെടികൾ അല്ലേ, അതിൻ്റെ ശിഖരങ്ങൾ എന്ത് ചെയ്യുന്നു, സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ, അതിൻ്റെ ശിഖരങ്ങൾ എന്ത് ചെയ്യുന്നു, സ്പ്രെഡ് ഔട്ട് ചെയ്യുകയാണ്, വിടർത്തി നിർത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ക്യാച്ച് ദ ബ്രീസി എയർ അല്ലേ? ആ കാറ്റിനെ എന്താണ്, പുണരുകയാണ്, അല്ലെങ്കിൽ ആ കാറ്റിനോടൊപ്പം ഇഴുകിച്ചേരുകയാണ് ആ പുതിയതായിട്ട് തളിരിട്ട് വന്ന ചെടികൾ, അതിൻ്റെ ശിഖരങ്ങൾ ചെയ്യുന്നത്. And I must think, do all I can that there was a pleasure there. അപ്പോൾ എനിക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്, that there was a pleasure there, തീർച്ചയായിട്ടും അവിടെ സന്തോഷമുണ്ടാക്കുന്നു എന്ന കാര്യമാണ് എനിക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. And final stanza, if this belief from heaven be sent, if such be nature's holy plan അല്ലേ? അപ്പം ഈ വിശ്വാസങ്ങൾ, അപ്പം എനിക്ക് മുന്നിൽ കാണുന്ന ഈ എല്ലാ അതേപോലെ തന്നെ വിശ്വാസങ്ങൾ, എനിക്ക് മുന്നിൽ ഞാൻ ഈ കാണുന്ന കാഴ്ചകളും എല്ലാം സ്വർഗത്തിൽ നിന്ന് പറഞ്ഞയച്ചതാണെങ്കിൽ, അതേപോലെ തന്നെ ഇഫ് സച്ച് ബി നേച്ചേഴ്സ് ഹോളി പ്ലാൻ, ഇതെല്ലാം എനിക്ക് മുന്നിൽ കാണപ്പെട്ട ഇതെല്ലാം, ഈ കാഴ്ചകളെല്ലാം പ്രകൃതിയുടെ പരിപാലനമായിട്ടുള്ള പദ്ധതിയാണെങ്കിലും, have I not reason to lament what man has made of man? എനിക്ക് വിഷമിക്കാനായിട്ട് ഒരു കാരണമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ആ കാരണം എന്താണ്? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, മനുഷ്യൻ എന്താണ് മനുഷ്യനോട് ചെയ്തത് എന്നാലോചിച്ച് മാത്രമാണ് ഞാനിവിടെ
വിഷമിക്കുന്നത്. അത് ഒരു കാരണം, ആ ഒരു കാരണത്തിൽ മാത്രമാണ് ഞാൻ വിഷമിക്കുന്നത്. എനിക്ക് മുന്നിൽ കാണുന്ന ഈ കാഴ്ചകളെല്ലാം എന്താണ്, സ്വർഗത്തിൽ നിന്ന് എന്താണ് ദൈവം തന്നതാണ്, അനുഗ്രഹമായി തന്നതാണ്. മാത്രമല്ല ഇതെല്ലാം എന്താണ്, പ്രകൃതിയുടെ ഒരു പരിപാലനമായിട്ടുള്ള ഒരു പദ്ധതിയും കൂടെയാണ്. വളരെയധികം സന്തോഷമായിട്ട് മൃഗങ്ങളും ചെടികളും പക്ഷികളും എല്ലാം ഒത്തൊരുമയോടെ ജീവിച്ചു പോകുന്ന ഈ ഒരു സുന്ദരമായിട്ടുള്ള പ്രകൃതിയിൽ അല്ലേ, അപ്പം എനിക്ക് വിഷമിക്കാനായിട്ട് ഒരു കാരണമില്ലേ? തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് കവി പറയുന്നത്. എന്താണ് എനിക്ക് വിഷമിക്കാനുള്ള ഒരു കാരണം? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, മനുഷ്യൻ എന്താണ് മനുഷ്യനോട് ചെയ്യുന്നത് എന്ന കാര്യമാണ് എന്നെ കൂടുതൽ വിഷമിപ്പിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള ഈ പ്രകൃതിയിലുള്ള എല്ലാ ചരാചരങ്ങളും, പക്ഷികളും മൃഗങ്ങളും ചെടികളും പൂക്കളും എല്ലാം വളരെ സന്തോഷത്തിൽ, വളരെ ഹാർമോണിയസ് ആയിട്ടാണ് ജീവിച്ചു പോകുന്നത്. പക്ഷേ മനുഷ്യൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്താണ്, മനുഷ്യൻ ഇതിനെല്ലാം എഗെയിൻസ്റ്റ് ആയിട്ടാണ്. അവനോട് തന്നെ എന്താണ് കൊള്ളരുതായ്മ ചെയ്യുകയാണ്. ആ ഒരു കാര്യം പോയിറ്റിനെ വളരെയധികം വലുതായിട്ട് വിഷമിപ്പിക്കുകയും ചെയ്യുകയാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പോം. സോ ഇതിൻ്റെ ഡീറ്റെയിലേക്ക് നമ്മൾ ബാക്കി ഓരോ സ്റ്റാൻസയുടെ കൂടുതലായിട്ടുള്ള വിശകലനം നമ്മൾ മറ്റൊരു സെഷനിൽ നോക്കും. ഇതിൻ്റെ കൂടുതൽ അപ്രീസിയേഷനും ഇതിൻ്റെ പോയറ്റിക് ഡിവൈസസും എല്ലാം കൂടെയുള്ള ഒരു സെഷൻ നമ്മൾ ബാക്കി അടുത്ത ഒരു സെഷനിലേക്ക് നമ്മൾ നോക്കും. ആൻഡ് ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് and keep learning and keep watching. Thank you. Bye bye.